الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. ഏത് രൂപത്തിലുള്ള സംശയങ്ങളാണെങ്കിലും ആ സംശയങ്ങളിൽ നമ്മൾ വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും കൂടുതൽ വ്യക്തത ലഭിക്കുവാനും അത് കാരണമായിത്തീരും. ഒരു ചെറിയ അസുഖം വന്ന് നമ്മൾ അതിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു പരിശോധന നടത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം എത്രമാത്രം ഭദ്രമാണെന്നും നമ്മുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം കൃത്യമാണെന്നും കൂടുതൽ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഒരു രോഗാവസ്ഥ പോലും കാരണമാകുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിലുള്ള ഒരു യഥാർത്ഥ ഉദാഹരണമാണ്. ഇതുപോലെ തന്നെയാണ് ഏറ്റവും വ്യക്തത നൽകുന്ന ആളുകൾക്ക് കേട്ടാൽ നിസ്സാരമായ ഒരു കാരണം കൊണ്ട് പോലും സ്വീകരിച്ചു പോകാവുന്ന അത്രയും വ്യക്തതയുള്ള ഒരു മതമാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന മഹാനുഗ്രഹമായ അള്ളാഹു നമുക്ക് റഹ്മത്തായി തന്ന ഈ ഇസ്ലാമികമായിട്ടുള്ള ആദർശങ്ങളും ആശയങ്ങളും. എന്നാൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വിരോധികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ബോധപൂർവം അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കളവുകൾ തന്നെ, ഒരിക്കലും നീതി പുലർത്താത്ത കളവുകൾ, വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അതിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആൻ മാനവവിരുദ്ധമാണെന്നും മനുഷ്യവിരുദ്ധമാണെന്നും അത് മറ്റുള്ള മതസ്ഥരെ കൊല്ലാനും ആക്രമിക്കാനും അവരോട് യുദ്ധം ചെയ്യാനും ഒക്കെ തന്നെ മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ എന്നും യാതൊരു മാനവികതയും യാതൊരു മനുഷ്യത്വവും വിശുദ്ധ ഖുർആൻ പുലർത്തുന്നില്ല എന്ന് നിരന്തരമായി പച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും അതിന് മറുപടി പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ചില ധാരണകൾ മാത്രം ഇസ്ലാമിനെ കുറിച്ചുണ്ടാവുക, എന്നിട്ടൊരു കേവല മുസ്ലിമായി ജീവിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ വ്യക്തതയെ ബാധിക്കും. നമുക്ക് വേണ്ടത്ര വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ, നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ഈമാനിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട്
ഇത്തരം ചില ആശയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ശരിക്കും പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങൾ എത്രമാത്രം എത്തിയെന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ പോലും അതിന് ന്യായമുണ്ടെന്ന് പറയുന്നിടത്തേക്ക് വിശുദ്ധ ഖുർആന്റെ വിമർശകന്മാരെത്തി. എന്നാൽ ഈ വസ്തുതകൾ ഖുർആൻ നിരന്തരമായി കയ്യിൽ പിടിച്ച് ഓതിയും പഠിച്ചും നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മറുപടികളിൽ നമുക്ക് കൃത്യത വേണ്ടതുണ്ട്. അത് കൃത്യത വരുത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കൂടുതൽ അറിവ് നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചില ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും പറയാനാണ് സത്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എത്രമാത്രം മാനവികമാണ്, അതെങ്ങനെയാണ് മറ്റ് അമുസ്ലിങ്ങളെ കാണുന്നത്, അവരോടുള്ള സമീപനത്തിൽ എന്ത് നിലപാടാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് നമ്മളൊക്കെ ഖുർആൻ തൊട്ട് തന്നെ മനസ്സിലാക്കണം എന്നതാണ്. ആദ്യമുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 3-ാമത്തെ അധ്യായം 128-ാമത്തെ വചനമാണ്. അതാണ് ആമുഖമായി ഓതി വെച്ചത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉഹുദ് യുദ്ധം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹുവിന്റെ പരിശുദ്ധമായ തലയിൽ മുറിവേറ്റു, പല്ല് പൊട്ടി, വളരെയധികം വേദനകളും വിഷമങ്ങളും ലഭിക്കുന്നുണ്ടായി. പ്രവാചകൻ ചോദിച്ചതായിട്ട് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൈഫ യുഫ്ലിഹു ഖൗമുൻ ശജ്ജു നബിയഹും, സ്വന്തം പ്രവാചകനെ മുറിവേൽപ്പിച്ച ഒരു ജനത എങ്ങനെ വിജയിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കടുത്ത പരാജയവും വിഷമവും ഇസ്ലാമിന് വരുത്തിച്ചു തീർത്ത അപ്പുറത്തുള്ള മുശ്രിക്കുകളുടെ, അമുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള 2-3 വ്യക്തികൾ, ഒന്ന് അബൂ സുഫിയാനാണ്, മറ്റൊന്ന് സഫ്വാൻ ഉമയ്യയാണ്, അതേപോലെ തന്നെ സുഹൈൽ ബിൻ അമ്രാണ്, ഹാരിസ് ബിൻ ഹിഷാം. ഈ പ്രമുഖരായ ഖുറൈശി നേതാക്കൾ, ശത്രു തലവന്മാർ, അവർക്കെതിരെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ശിക്ഷ നൽകാനും അവരെ നശിപ്പിക്കാനും നബി സ്വല്ലല്ലാഹു അവരുടെ പേരെടുത്തുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അള്ളാഹു പ്രവാചകനെ തിരുത്തിക്കൊണ്ട് പറയുന്നതാണ് ഈ 3:128 ലൈസ ലക മിനൽ അംരി ശൈഅ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ദാലിമൂൻ. ലൈസ ലക മിനൽ അംരി ശൈഉൻ എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താ സഹോദരങ്ങളെ, നിനക്ക് ആ കാര്യത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് തീരുമാനിക്കാൻ, അവരെ ശിക്ഷിക്കണോ ശിക്ഷിക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നീ അല്ല. അള്ളാഹു നബിയെ തിരുത്തുകയാണ്. അവർക്ക് ശിക്ഷിക്കണോ ശിക്ഷിക്കണ്ടേ എന്ന് ഔ യതൂബാലേഹിം, അവർക്ക് പശ്ചാത്തലം കൊടുക്കണോ അതോ ഔ യുഅദ്ദിബും, അവരെ ശിക്ഷിക്കണോ എന്നുള്ളത് ഫഇന്നഹും ദാലിമൂൻ, അവർ അക്രമികൾ തന്നെയാണ്. പക്ഷെ അവരെ ശിക്ഷിക്കണം എന്ന് അവർക്കെതിരെ പ്രാർത്ഥിക്കാനും അവരുടെ ശിക്ഷിക്കണമെന്ന് പറയാനും നിനക്ക് പറ്റില്ലെന്ന് അള്ളാഹുവിന്റെ ദൂതനെ അള്ളാഹു തിരുത്തുന്നതാണ്. സഹോദരങ്ങൾ, ആരോടാണ് ഈ സമീപനം ഖുർആന്റെ? ആരോടാണ്? അള്ളാഹുവിന്റെ റസൂലിനെ മുറിവേൽപ്പിച്ച ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചതിനെ തിരുത്തിക്കൊണ്ടാണ് ഈ ആയത്ത്. ഇതൊക്കെ നമ്മൾ ആയത്തുകളൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിച്ച് നമ്പറൊക്കെ ഒന്ന് എഴുതിയെടുത്ത് നമ്മൾ പറയണം. കാരണം വിശുദ്ധ ഖുർആനോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ചിഹ്നത്തോടുള്ള നമ്മുടെ മനസ്സിന് നമുക്കൊരു വ്യക്തത വേണം, നമുക്ക് ആരോടും വ്യക്തതയോടുകൂടെ പറയാൻ നമുക്ക് കഴിയുകയും വേണമെന്നാണ്. 2-ാമത്തെ വചനം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്താണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കേണ്ട വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ നീതിക്ക് സാക്ഷികളാണ്. ഒരിക്കലും നിങ്ങൾ ഒരു അനീതിയും നിങ്ങളൊന്ന് വന്നു പോകരുത്. ഒരു മുസ്ലിമിൽ നിന്ന് ഒരു അനീതി സംഭവിക്കാൻ പറ്റൂല. അതാരോട് സുഹൃത്തുക്കളെ? മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു തരും, മറ്റുള്ളവരോട് നിങ്ങൾക്ക് വെറുപ്പോ വിദ്വേഷമോ ഏതെങ്കിലും നിലക്ക് ശത്രുതകൾ ഉണ്ടെങ്കിലും, ശത്രുവല്ലേ എന്നാ പിന്നെ അവനോട് പിന്നെ നമ്മൾ നീതിയൊന്നും വേണ്ട കാര്യമില്ലല്ലോ. വലാ യജ്രിമന്നകും ശനആനുകൗം, ഒരു ജനതയോടുള്ള വെറുപ്പ് നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അലാ അല്ലാ തഅദിലു യഅദിലു, ശത്രുവിനോട്, എതിരാളിയോട്, ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് നിൽക്കുന്ന ആളോട്, അല്ലെങ്കിൽ നമ്മളോട് വിരോധമുള്ള ഒരു ശത്രുവിനോട്, ശത്രുവാണെന്നത് കൊണ്ട് അയാളോട് അനീതി ചെയ്യരുത് എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വലൗ കാന കാഫിറൻ ഔ മുബ്തദിഅൻ, മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവനും അവിശ്വാസിയാണെങ്കിൽ പോലും അവനോടുള്ള വിരോധവും അകൽച്ചയും ശത്രുതയും അവനോട് അനീതി ചെയ്യും. എന്നാൽ കൊല്ലാൻ പറഞ്ഞോണ്ടാ പറയണം. ആ മുസ്ലിങ്ങളെയൊക്കെ കൊല്ലാനാണ് ഇസ്ലാം പറഞ്ഞത് എന്ന് പറയുമ്പോൾ
ഒന്ന് ശ്രദ്ധിച്ചു വായിക്കേണ്ട വചനല്ലേ സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഈ മായിദയിലെ 8-ാമത്തെ വചനം. 3-ാമത്തെ ആയത്ത് വളരെ വ്യക്തതയോടെ പറഞ്ഞു. ചില ആയത്തുകളൊക്കെ വായിച്ചപ്പോൾ ചില നിയമങ്ങളൊക്കെ കണ്ടപ്പോൾ മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾക്കൊരു സംശയം. കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നു, പക്ഷെ അവരെ ബന്ധുക്കളൊക്കെ മുസ്ലിം അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ആ മുസ്ലിം അല്ലാത്ത ബന്ധുക്കളോടും കുടുംബക്കാരോടൊക്കെ ബന്ധം പുലർത്തുന്നതും സ്നേഹത്തിൽ നിൽക്കുന്നതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണോ എന്നൊരു സംശയം. ആ സംശയം വ്യക്തതയോടുകൂടെ അള്ളാഹു തിരുത്തി കൊടുക്കുന്നതാണ് സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ വചനം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അള്ളാഹു നിങ്ങളോട് വിരോധിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളെ പുറത്താക്കാത്തവരുമായ അമുസ്ലിങ്ങൾ, അവിശ്വാസികൾ, അങ്ങനത്തെ ആളുകളോട് അള്ളാഹു വിരോധിക്കുന്നില്ല. എന്ത്? അൻ തബറൂഹും, നിങ്ങൾ അവരോട് പുണ്യം ചെയ്യുന്നത്, വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിപൂർവ്വം പെരുമാറുന്നതിനും നിങ്ങളെ അള്ളാഹു തടഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാതെ 2 ആയത്തിൽ ആവർത്തിച്ച് അള്ളാഹു ഈ കാര്യം ആവർത്തിച്ചു പറയും. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും അതേപോലെ തന്നെ മാനുഷിക സൗഹാർദ്ദത്തോടെയും അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തും നീതിയോടെയും പെരുമാറണമെന്നൊരു കൽപ്പന വിശ്വാസികൾക്ക് പഠിപ്പിക്കുന്നതാണ് ഈ മുംതഹിനയിലെ 8-ാമത്തെ വചനം. 4-ാമതായി നമ്മൾ വായിച്ച് പഠിച്ച് പറയേണ്ട ഉൾക്കൊള്ളേണ്ട കാര്യമാണ് സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്ത്. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. മതത്തിൽ ബലാത്കാരമില്ല പറഞ്ഞാൽ വേറൊരാളെ മുസ്ലിമാക്കാൻ വേണ്ടി ഇങ്ങോട്ട് നമ്മൾ അവനെ കൊല്ലണ്ടേ, അടിക്കണ്ടേ, മർദ്ദിക്കണ്ടേ, ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു വിശ്വാസിക്ക് അങ്ങനെ മറ്റൊരുത്തനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇനി അടുത്തും തരും. അതിനുള്ള കാരണമുണ്ട്. ഒന്ന്, ഇസ്ലാം അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു മതമല്ല. കാരണം വളരെ ചെറുതായി പോലും ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കും പഠിക്കും ചെയ്ത് അയാൾ മുസ്ലിം ആകും. അത്ര വ്യക്തതയും ആകർഷണീയതയും സ്വാധീന ശക്തിയുമുള്ള ഒരു മതത്തിക്ക് ആൾക്കാരെ പൈസ കൊടുത്തും ഇടങ്ങേറാക്കിയും പിന്നെ വാള് കാണിച്ചൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മതത്തിനെന്ത് പ്രസക്തിയല്ലത്? അങ്ങനത്തെ ഒരു മതം ജനസ്വീകാര്യമല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. ഇത് അങ്ങനെ സ്വീകരിപ്പിക്കേണ്ട ഒരു മതമല്ല എന്നാണ്. അത് മാത്രല്ല ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനല്ലേ ഒരാളെ നിർബന്ധിക്കേണ്ടതുള്ളൂ. മാത്രമല്ല ഇനിയിപ്പോൾ ഒരാൾ അങ്ങനെ നിർബന്ധിതനായി വിശ്വസിച്ചാലോ അവന്റെ ഈമാൻ ഇസ്ലാമിക നിയമപ്രകാരം പൂർത്തിയാവൂല. ഒരാൾ ഉൾക്കൊള്ളാതെ വിശ്വാസിയായാൽ അയാളുടെ വിശ്വാസം പൂർത്തിയാവൂല. അപ്പൊ സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ ബലാത്കാരം ഉപയോഗിച്ച് വാള് കാണിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാന്നൊരു പരിപാടി ഇല്ല എന്നാ പറയണത്. നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടെന്നാ അല്ല പറയണത്. അവരവന്റെ വിശ്വാസപ്രകാരം ജീവിക്കാം. ഈ കാര്യം സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കലാണ് ബാധ്യത എന്നാണ്. വീണ്ടും സൂറത്ത് അങ്കബൂത്ത് 29-46-ാമത്തെ ആയത്ത് എന്താണ് അള്ളാഹു പറയുന്നത്? അതായത് അവിശ്വാസികളോട്, പിന്നെ വേദക്കാരായ ജൂത ക്രിസ്ത്യാനികളൊക്കെ ആയ ആളുകൾക്കൊക്കെ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോഴും ഇസ്ലാമികമായ ആശയവിനിമയങ്ങൾ നടത്തുമ്പോഴും ഒക്കെ നിങ്ങൾ ആ സംഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ മാന്യമായി ചെയ്യാൻ പാടുള്ളൂ. വളരെ മാന്യമായി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ അവരോട് അനാവശ്യമായ വാശിയോ തർക്കമോ ഒന്നും പറ്റൂല എന്നാണ്. പിന്നെ എങ്ങനെ വേണം? വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണെന്ന്. നോക്കൂ, നിങ്ങൾ മറ്റുള്ള മതസ്ഥരോട് ഇസ്ലാമികമായ ആശയങ്ങളിൽ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുമ്പോൾ പോലും അത് മാന്യമാകണം എന്ന് നിർദ്ദേശം നൽകുന്ന ഖുർആനെ കുറിച്ചിട്ടാണ്. അമുസ്ലിമാണോ അവനെ കണ്ടുപിടിച്ച് കൊല്ലാനാണ് ഇസ്ലാം പറയുന്നത്. എന്തൊക്കെ എത്ര പച്ചയായിട്ടാണ് ഈ ആയത്തൊക്കെ പരിഭാഷകളോടുകൂടെ സമൂഹത്തിൽ ആർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വീണ്ടും നമുക്ക് 6-ാമത്തെ ഒരു വചനം സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്താണ് 36. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകിൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുൻബ് വസ്സാഹിബു ബിൽ ജംബ്. അള്ളാഹുവിനെ ആരാധിക്കണം, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ബന്ധുക്കൾ, കുടുംബങ്ങൾ, അനാഥകൾ, പാവപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അയൽക്കാർ, അന്യരായ അയൽക്കാർ. അയൽക്കാർ എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യരാണെങ്കിലും അയൽക്കാരെന്നുള്ള ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. കുടുംബക്കാരനായ അയൽവാസിയും വിശ്വാസിയായ അയൽവാസിയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് കടമയും ബാധ്യതയും കൂടും.
എല്ലാ അയൽവാസികളെയും അയൽവാസികളായി കാണാൻ വ്യക്തമായി. അപ്പൊ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് ഒരു അമുസ്ലിം ഉണ്ടെങ്കിൽ ആ അമുസ്ലിമിനോട് ഒരു അയൽപ്പക്ക ബന്ധം, അയൽപ്പക്കം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ബന്ധമല്ല, നമ്മൾ അവിടെ ജീവിച്ച് മരിച്ചു പോകുന്നത് വരെ നമ്മുടെ ആ അയൽവാസിയോടൊരു ബന്ധം വേണം എന്ന് ആരാണ് കൽപ്പിക്കുന്ന? ഖുർആനാണ്. ആ ബന്ധം നിലനിർത്താൻ കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. അത് മറ്റുള്ളവരെ നിർദ്ദയം കൊലപ്പെടുത്താനും അന്യായമായി ചെയ്യാനും പാടില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാരെ കൊല്ലുന്നുണ്ട്. എപ്പോഴാ കൊല്ലുന്നത്? ഇപ്പോൾ കൊല്ലുന്നു സുഹൃത്തുക്കളെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകൾ കൊല്ലപ്പെടും. അത് ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലും എന്താണ് വ്യവസ്ഥാപിതമായ ഒരു സമൂഹം, ഒരു രാജ്യം മറ്റൊരു രാജ്യമായി യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഉണ്ട്. അതല്ലെങ്കിൽ ന്യായമായ ശിക്ഷ, ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഹദ്ദായിക്കൊണ്ട് ശിക്ഷയായിക്കൊണ്ട് കൊല്ല. അതെല്ലാ നാടുകളിലും ഇല്ലേ? ഒരാളെ കൊല്ലാൻ വേണ്ടി കോടതികൾ വിധിക്കാറില്ലേ? ഇതിനപ്പുറത്തേക്ക് സുഹൃത്തുക്കൾ, ഒരുത്തനെ ഒരു മുസ്ലിമിന് സ്വതന്ത്രമായി വേറൊരാളെ കൊല്ലാൻ എവിടെങ്കിലും അനുവാദമോ അവകാശമോ ഇസ്ലാം കൊടുക്കൂ? ഒരാളെങ്ങനെ കാണുമ്പോൾ അയാളെ കൊന്നോ എന്ന് പറയാനൊരു അനുവാദം? അത് കൊല്ലണ് കോടതി നിയമപരമായി ചെയ്യും. അല്ലെങ്കിൽ ഒരു രാജ്യം, ഒരു സർക്കാർ, ഒരു ഭരണകൂടം അതിന്റെ അപ്പുറത്തേക്ക് ഒരാളെ കൊല്ലാനുള്ള ഒരനുവാദവും ഒരവകാശവും അന്യായമായി ഇസ്ലാം അനുവദിക്കുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാറ്റിലുള്ള നിയമവും രാജ്യത്തുള്ള നിയമങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇനി മറ്റൊന്ന് പറയുന്നത്, ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, അത് ഇതിന് വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ് ഈ സംഗതി പറഞ്ഞാലും. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലാണത് പറയുന്നത്. സൂറത്തു നിസായിൽ എത്ര ആയത്തങ്ങൾ? 105 മുതൽ 112 വരെയുള്ള ആയത്താണ്. എന്താണ് ആയത്തിന്റെ പശ്ചാത്തലം? പല സന്ദർഭങ്ങളും നമ്മൾ കേട്ടതാണ്. ഒന്നുമില്ല, ഒരു അൻസാരി ആയിട്ടുള്ള ഒരാളുടെ പടയങ്കി അത് കളവ് പോവുകയാണ്. അപ്പൊ ഈ പടയങ്കി വെച്ചത് ഒരു ചാക്കിലാണ്, ഒരു ഭക്ഷണ സാധനങ്ങളുടെ ചാക്കിലാണ്. അപ്പൊ ആ അൻസാരിന്റെ ആ പടയങ്കി പോയി അത് മോഷ്ടിച്ചെടുത്തത് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അതൊരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ആ ജൂതന്റെ വീട്ടിൽ ഇതിന്റെ ഉടമസ്ഥന്മാർ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിവിടെ ഇന്നൊരാൾ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് പറഞ്ഞു, ഞാനത് എടുത്തതല്ല. അങ്ങനെ അവസാനം വിചാരണ ചെയ്തെടുത്തപ്പോൾ ഈ മുസ്ലിമാണ് അത് എടുത്തത്. അപ്പോ ഇത് കിട്ടിയതൊരു ജൂതന്റെ വീട്ടിൽ നിന്നാകുന്നത് കൊണ്ട് അയാളുടെ ആ മോഷ്ടിച്ച വ്യക്തിയുടെ കുടുംബങ്ങൾ വന്നിട്ട് പ്രവാചകനെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ജൂതന് പ്രതികൂലമായും അതേപോലെ തന്നെ ആ നിരപരാധിയായ ജൂതന് പ്രതികൂലമായും മുസ്ലിമിന് അനുകൂലമായുമുള്ള ഒരു വിധി പ്രവാചകൻ പറയാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അതിനെ തിരുത്തിക്കൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ ഈ ആയത്തുകൾ ഇറക്കുന്നത്. എത്രങ്ങാനും നീണ്ട ആയത്തുകളാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഒരാള് ഒരു തെറ്റ് ചെയ്യുകയും എന്നിട്ട് യർമി ബിഹി, അത് അവൻ ആരോപിക്കുന്നു, ബരീഅൻ, ഒരു നിരപരാധിയിൽ അത് ആരോപിക്കാം, അത് ഗുരുതരമായ തെറ്റാണെന്ന്. എന്നിട്ട് പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ട്, നീ ഒരിക്കലും വഞ്ചകന്മാർക്ക് വേണ്ടി തർക്കിക്കുന്നവനാകരുത് നീ എന്ന്. ഇത് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ തിരുത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു അമുസ്ലിമായ ജൂതനായ ആൾക്ക് വേണ്ടിയാണ്. അവിടെ ആരാണ് പ്രതി? യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ ആളാണ് പ്രതിയായത്. എന്നിട്ട് പോലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ, ഒരു നിരപരാധി ആരോപണ വിധേയനാവാൻ പറ്റില്ലെന്നതിന് 105 മുതൽ 112 വരെയുള്ള വചനങ്ങൾ അള്ളാഹു അതിനു വേണ്ടി മാത്രം പറഞ്ഞെങ്കിൽ ആ മാനവികതയും മനുഷ്യത്വവും പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനെതിരെ എത്ര പച്ചയായ നുണയാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഇതൊക്കെ പറയാൻ ധൈര്യപ്പെടുന്ന എന്താ വെച്ചാൽ, ഈ പറയുന്നത് നുണയാണെന്ന് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നല്ലാണ്. ഇനി പൊതുവെ ജീവകാരുണ്യപരമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ മാംസം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ അതിലൊന്നും നമുക്ക് കാണാൻ പറ്റും ഒരു മുസ്ലിമിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏറി വന്ന നമ്മൾ അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നത് സക്കാത്തിന്റെ കുറിച്ച്. സക്കാത്ത് ഒരു ആരാധന എന്ന നിലക്ക് സക്കാത്തിനെ കുറിച്ച് പറയും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങൾ ലിയഷ്ഹദു മനാഫിലഹും വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. സൂറത്ത് ഹജ്ജ് 28-ാമത്തെ വചനം. കുലൂ മിൻ, അതിൽ നിങ്ങൾ ഭക്ഷിക്കാം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ദരിദ്രനായ ബാഇസിന്, പ്രയാസപ്പെടുന്ന കഠിനമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ ഇന്ന് കൊടുക്കണം എന്നാണ്. അതുകൊണ്ടാണ്
പക്ഷെ ബലിമാംസം ഒരു അമുസ്ലിമായ ആളുകൾക്ക് കൊടുത്താൽ വിരോധമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ വിശക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആ വിശക്കുന്നവന്റെ മതത്തിലല്ല പ്രശ്നം, അവന്റെ വിശപ്പ് പരിഹരിക്കാനുള്ള കാര്യം ചെയ്യണം എന്ന് പറയുന്ന എത്ര വിശാലമായ കാര്യമാണ്. സൂറത്തുൽ മാഊൻ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് വേണ്ടി അവൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ്. നരകത്തിന്റെ ഭയാനകതകളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ആ നരകത്തിൽ പോവാനുള്ള കാരണങ്ങളിൽ വിശ്വാസപരമായ വ്യതിയാനങ്ങളൊക്കെ പറയുമ്പോഴും ഇതേ കാര്യം പറയുന്നു. ജീവകാരുണ്യപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരെയും പരിഗണിക്കാൻ ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വിശാലമാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രമാത്രം മാനവികമായ മാനുഷികമായ പരിഗണനകൾ നൽകുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ച് എത്ര അപകടകരമായ കളവുകളും ദുഷ്പ്രചാരണങ്ങളുമായി നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ വ്യക്തതയോടുകൂടെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കാം. ഖുർആന്റെ പഠനം നമുക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കും. ഓരോ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈമാൻ കൂടുതൽ ശക്തമാകാനും നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമാകാനും ഒക്കെ അത് കാരണമായി തീരും. നമ്മുടെ ആരാധനകളിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ലഭിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അത് കാരണമായി തീരും. അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്തൊരു അവർക്കൊരു താക്കീതുണ്ട്. അള്ളാഹുവിന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുമെന്നാണ്. വലൗ കരിഹൽ മുശ്രിക്കുൻ, അവിശ്വാസികൾ അതിനെ വെറുത്താൽ പോലും അള്ളാഹുവിന്റെ ഈ സത്യത്തെ പൂർത്തിയാക്കുമെന്നൊരു കരാറുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ആശയക്കുഴപ്പങ്ങളിലെല്ലാം വ്യക്തത വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ആയത്തിന്റെ പൊരുളാണ്. അള്ളാഹുവിന്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആശയങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിലൂടെയാണ് സമൂഹം കാണുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, ഇതിനൊക്കെ വലിയൊരു പങ്കുണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ. അതുകൊണ്ടാണ് സത്യത്തിൽ ഇസ്ലാം ഇത്രമാത്രം മാനുഷികമല്ല, മാനവികമല്ല എന്നൊക്കെ പറയുമ്പോൾ, മറ്റുള്ളവരെ കൊല്ലണം എന്നൊക്കെയാണ് പറയണതെന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് നിലവിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ. അവിടേക്ക് എത്ര മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അവരൊക്കെ എത്ര സൗഹാർദ്ദപരമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഈ ആരോപണം പറയുന്നവർക്കൊന്നും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിലുപരി നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ നമ്മളുമായുള്ള സഹവാസങ്ങളെക്കുറിച്ചൊക്കെ എന്തെല്ലാം നിലക്കാണ് അതിനെ മഹത്വപ്പെടുത്തി പറയുന്നത്. ആ സ്നേഹബന്ധങ്ങളെ എത്ര വൈകാരികമായിട്ടാണ് പറയുന്നത്. അപ്പൊ സത്യത്തിൽ നാം വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശം, അത് നമ്മിലൂടെയാണ് പ്രകടമാകുന്നത്. അപ്പൊ നമ്മൾ ഈ സത്യസന്ധതയും നീതിയും അതേപോലെ തന്നെ കാരുണ്യവും മാനവികതയും മാനുഷികമായിട്ടുള്ള സൗഹാർദ്ദങ്ങളും എല്ലാം നമ്മുടെ അയൽവാസികളോടും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ അപാകതകളെ ചൂണ്ടിക്കാണിച്ച് അത് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാമിന്റെ തകരാറുകളായി ചൂണ്ടിക്കാണിക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പോസിറ്റീവുകൾ കണ്ട് ഇസ്ലാം ഈ പറയുന്നത് പോലെ ഒന്നും അല്ലല്ലോ എന്ന് മനസ്സിലാക്കാനും അതിന് നമ്മുടെ ജീവിതങ്ങൾ കാരണമായി തീരുന്നുണ്ട്. അല്പം ശ്രദ്ധയും സൂക്ഷ്മതയുമെല്ലാം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവരെന്ന നിലക്ക് നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ വിനിമയങ്ങളിലും സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലുമെല്ലാം നമ്മുടെ ആ ഇസ്ലാമിന്റെ തനിമ, അതിന്റെ വ്യക്തത നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ അതിന് സാക്ഷികളായി ജീവിക്കുന്നവരാണ്. നമ്മുടെ സാക്ഷിത്വം ഇസ്ലാമിന്റെ സാക്ഷിത്വമാണെന്ന് ശരിയായി മനസ്സിലാക്കി ഖുർആന്റെയും ഹദീസിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പല സഹോദരങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു ഭയാനകമായ നിന്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും നിന്റെ വിശാലമായ സ്വർഗത്തിന്റെ അഖിലുകാരുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്നതാണ്. അള്ളാഹു ശരിയായ അറിവിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على